മലയാള സിനിമയിലെ ഏറ്റവും വലിയ ഓവർസീസ് ഡീൽ റെക്കോർഡുമായി കാട്ടാളൻ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. മലയാള സിനിമയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഓവർസീസ് വിതരണ ഡീൽ സ്വന്തമാക്കി ആന്റണി വർഗീസ് പെപ്പെ നായകനാകുന്ന ബ്രഹ്മാണ്ഡ ആക്ഷൻ ത്രില്ലർ ചിത്രമായ കാട്ടാളൻ. ഫാർസ് ഫിലിംസായി സഹകരിച്ചാണ് മലയാള സിനിമ കണ്ട എക്കാലത്തെയും വമ്പൻ വിദേശ റിലീസിനായി കാട്ടാളൻ ഒരുങ്ങുന്നത്. ഷൂട്ടിംഗ് പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ മലയാള സിനിമയിലെ പ്രീ റിലീസ് ബിസിനസ് റെക്കോർഡുകൾ പലതും മാറ്റി എഴുതുകയാണ് ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ഷരീഫ് മുഹമ്മദ് നിർമ്മിക്കുന്ന കാട്ടാളൻ. മാർക്കോ എന്ന പാൻ ഇന്ത്യൻ ബ്ലോക്ക് ബസ്റ്റർ ആക്ഷൻ ത്രില്ലറിന് ശേഷം ക്യൂബ്സ് എന്റർടൈൻമെന്റ്സിന്റെ ബാനറിൽ ഷരീഫ് മുഹമ്മദ് നിർമ്മിക്കുന്ന ചിത്രമാണിത്. നവാഗതനായ പോൾ ജോർജ് ആണ് ചിത്രം സംവിധാനം ചെയ്യുന്നത്. പാൻ ഇന്ത്യൻ ചിത്രമായി അവതരിപ്പിക്കുന്ന സിനിമ മെഗാ ക്യാൻവാസിലാണ് ഒരുങ്ങുന്നത്. ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ചിത്രത്തിലെ നായകനായ ആന്റണി വർഗീസിന്റെ സ്റ്റൈലിഷ് വൈൽഡ് ഗെറ്റപ്പ് ആണ് ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിലൂടെ പുറത്തുവിട്ടത്. ചിത്രത്തിലെ അതിസാഹസികമായ ആക്ഷൻ രംഗങ്ങൾ ഒരുക്കുന്നതിനിടെ ആന്റണി വർഗീസിന് പരിക്ക് പറ്റി വലിയ വാർത്തയായി മാറിയിരുന്നു. തായ്ലൻഡിൽ ആനയുമായുള്ള സംഘട്ടനം ഒരുക്കുന്നതിനിടെയാണ് താരത്തിന് പരിക്ക് പറ്റിയത്. ഓങ് ബാക്ക് സീരീസ് ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര ആക്ഷൻ ത്രില്ലറുകൾ സംഘട്ടനം ഒരുക്കിയ ലോകപ്രശസ്തനായ കെച്ച കെംബാക്ഡിയുടെയും ടീമിന്റെയും നേതൃത്വത്തിലാണ് കാട്ടാളനിലെ ആക്ഷൻ രംഗങ്ങൾ തായ്ലാൻഡിൽ ഒരുക്കിയത്. ഓങ് ബാക്ക് സീരീസിലൂടെ വലിയ ശ്രദ്ധ നേടിയ പോങ് എന്ന ആനയും സിനിമയിലുണ്ട്. കാന്താര, മഹാരാജ എന്നീ ബ്ലോക്ക് ബസ്റ്റർ തെന്നിന്ത്യൻ ചിത്രങ്ങളിലൂടെ തരംഗമായി മാറിയ കന്നഡ മ്യൂസിക് ഡയറക്ടർ അജനീഷ് ലോക്നാഥ് സംഗീതമൊരുക്കുന്ന ചിത്രത്തിൽ വലിയ താരനിരയാണ് അണിനിരക്കുന്നത്. പുഷ്പ, ജയിലർ എന്നിവയുടെ പ്രശസ്തനായ തെലുങ്ക് താരം സുനിൽ മാർക്കോയിലൂടെ മലയാളത്തിലെത്തി ശ്രദ്ധ നേടിയ കബീർ ദുഹാൻ സിംഗ്, പുഷ്പ ഫെയിം, രാജ് തിരാൻഡുസു, കിൽ എന്ന ബ്ലോക്ക് ബസ്റ്റർ ഹിന്ദി ചിത്രത്തിലൂടെ പ്രശംസ നേടിയ ബോളിവുഡ് താരം പാർത്ത് തിവാരി, മലയാളത്തിൽ നിന്നും ജഗദീഷ്, സിദ്ദിഖ്, വ്ളോഗറും പാട്ടുകാരനുമായ ഹനാൻ ഷാ, റാപ്പർ ബേബി ജിൻ എന്നിവരും ചിത്രത്തിൽ താരനിരയിലുണ്ട്. ജോബി വർഗീസ്, പോൾ ജോർജ്, ജോറോ ജേക്കബ് എന്നിവർ ചേർന്ന് തിരക്കഥ രചിച്ച ചിത്രത്തിന്റെ സംഭാഷണങ്ങൾ ഒരുക്കുന്നത് ഉണ്ണിയാർ ആണ്. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിൽ ചിത്രം റിലീസിനെത്തും. നേർക്കുനേർ വീണ്ടും ഒരു മോഹൻലാൽ നിവിൻ പോളി ക്ലാഷ്. ഇത്തവണ ആരാകും വിന്നർ? നിവിന്റെ സർവ്വം മായയും മോഹൻലാലിന്റെ പാൻ ഇന്ത്യൻ ചിത്രമായ വൃഷഭയുമാണ് ഒരുമിച്ചെത്തുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. മലയാളികളുടെ പ്രിയ താരങ്ങളാണ് നിവിൻ പോളിയും മോഹൻലാലും. ഇരുവരും ക്രിസ്മസിന് വമ്പൻ സിനിമകളുമായി പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്താൻ ഒരുങ്ങുകയാണ്. എന്നാൽ ഇത് ആദ്യമായിട്ടല്ല മോഹൻലാൽ നിവിൻ പോളി സിനിമകൾ ക്ലാഷിന് ഒരുങ്ങുന്നത്. മുൻപ് 3 തവണ ഇരുവരുടെയും സിനിമകൾ ഒരുമിച്ച് പ്രേക്ഷകരുടെ മുന്നിൽ എത്തിയിട്ടുണ്ട്. 2015 ആദ്യമായി മോഹൻലാൽ നിവിൻ പോളി സിനിമകൾ ഒന്നിച്ചെത്തിയത്. എന്നും എപ്പോഴും, ഒരു വടക്കൻ സെൽഫി എന്നീ സിനിമകളാണ് മാർച്ച് 27 ക്ലാഷിനെത്തിയത്. സത്യനന്ദിക്കാട് ഒരുക്കിയ എന്നും എപ്പോഴും മികച്ച പ്രതികരണം നേടുകയും ബോക്സ് ഓഫീസിൽ വിജയമാവുകയും ചെയ്തു. ഫീൽ ഗുഡ് സ്വഭാവത്തിൽ പുറത്തിറങ്ങിയ സിനിമയിൽ മഞ്ജു വാര്യർ, ലെന ഇന്നസെന്റ് തുടങ്ങിയവരും പ്രധാന വേഷങ്ങളിൽ എത്തിയിരുന്നു. വിനീത് ശ്രീനിവാസന്റെ തിരക്കഥയിൽ ശ്രീ പ്രജിത്ത് ഒരുക്കിയ ഒരു വടക്കൻ സെൽഫി 2015 വലിയ വിജയങ്ങളിൽ ഒന്നായിരുന്നു. 4 കോടി ബജറ്റിൽ ഒരുങ്ങിയ സിനിമ 25 കോടിയാണ് ബോക്സ് ഓഫീസിൽ നിന്ന് നേടിയത്. 2017 വീണ്ടും ഇരുവരുടെയും സിനിമകൾ ഒരുമിച്ചെത്തിയത്. ലാൽ ജോസ് ചിത്രമായ വെളിപാടിന്റെ പുസ്തകവും മോഹൻലാൽ എത്തിയപ്പോൾ അൽതാഫ് സലീം ചിത്രമായ ഞണ്ടുകളുടെ നാട്ടിൽ ഒരിടവേളയായിരുന്നു നിവിൻ ചിത്രം. ഓണം റിലീസായി പുറത്തിറങ്ങിയ ഇരു സിനിമകൾക്കും ബോക്സ് ഓഫീസിൽ വിജയിക്കാനായി. സമ്മിശ്ര പ്രതികരണമായിരുന്നു വെളിപാടിന്റെ പുസ്തകത്തിന് ലഭിച്ചതെങ്കിലും സിനിമയ്ക്ക് തിയേറ്ററിൽ ആളെ കൂട്ടാനായി. അതേസമയം ഞണ്ടുകളുടെ നാട്ടിൽ ഒരിടവേള മികച്ച പ്രതികരണം സ്വന്തമാക്കിയിരുന്നു. 2019 ഓണം സീസണിൽ ഇരുവരുടെയും സിനിമകൾ വീണ്ടും ഏറ്റുമുട്ടി. ധ്യാൻ ശ്രീനിവാസൻ ആദ്യമായി ഒരുക്കിയ ലവ് ആക്ഷൻ ഡ്രാമയുമായി നിവിൻ പോളി എത്തി. സമ്മിശ്ര പ്രതികരണമാണ് സിനിമയ്ക്ക് ലഭിച്ചതെങ്കിലും ബോക്സ് ഓഫീസിലെ ആ വർഷത്തെ വലിയ വിജയങ്ങളിൽ ഒന്നായി മാറി സിനിമ. നിവിന്റെ പ്രകടനവും സിനിമയുടെ മേക്കിങ്ങും കയ്യടി വാങ്ങി. അതേസമയം മോഹൻലാൽ ചിത്രം ഇട്ടിമാണിയും സമ്മിശ്ര പ്രതികരണമായിരുന്നു നേടിയത്. എന്നാൽ കളക്ഷനിൽ മുന്നിലെത്താൻ സിനിമയ്ക്ക് കഴിഞ്ഞിരുന്നു. ടോക്സിക്കിന്റെ സംവിധാനം യഷ് ഏറ്റെടുത്തുവെന്ന് റെഡിറ്റ്. ഗീതുവിന്റെ ചിത്രത്തിന് എന്ത് സംഭവിച്ചു? നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. ഇന്ത്യൻ സിനിമയിൽ ഇന്ന് പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്ന പാൻ ഇന്ത്യൻ പ്രൊജക്ടുകളിൽ ഒന്നാണ് കന്നഡ സൂപ്പർ താരം യഷ് നായകനാകുന്ന ടോക്സിക്. മലയാളി നടിയും സംവിധായകയുമായ ഗീതു മോഹൻദാസ് ഏറെ പ്രശംസ നേടിയ മൂത്തോൻ എന്ന ചിത്രത്തിന് ശേഷം സംവിധാനം ചെയ്യുന്ന സിനിമ എന്ന പ്രത്യേകതയും ടോക്സിക്കിനുണ്ട്. നയൻതാരയും ബോളിവുഡ് താരം കിയാര അദ്വാനിയും അടക്കം ഒന്നിൽ കൂടുതൽ നായികമാരുണ്ട് യഷ് സഹ-രചയിതാവ് കൂടിയായ ബിഗ് ബജറ്റ് ചിത്രത്തിൽ. എന്നാൽ ടോക്സിക് എന്ന ചിത്രം ഇപ്പോൾ റെഡിറ്റ് അടക്കമുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ശ്രദ്ധ നേടുന്നത് അതിന്റെ സംവിധാനത്തെക്കുറിച്ചുള്ള ചില ഗോസിപ്പുകൾ കാരണമാണ്. റെഡിറ്റിൽ അടുത്തിടെ വന്ന ചില സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ അനുസരിച്ച് അടുത്തിടെ മുംബൈയിൽ തുടങ്ങിയ ചിത്രീകരണത്തിന്റെ
ചിത്രത്തിന്റെ ആക്ഷൻ രംഗങ്ങൾക്കായുള്ള പുതിയ ഷെഡ്യൂളിൽ ഒട്ടുമിക്ക ഭാഗങ്ങളും സംവിധാനം ചെയ്യുന്നത് നായകൻ യഷ് തന്നെയാണെന്നാണ് സംവിധായികയായ ഗീതു മോഹൻദാസിന്റെ ജോലി നായകൻ ഏറ്റെടുത്ത് റെഡിറ്റ് പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ്. 45 ദിവസം നീണ്ടു നിൽക്കുന്ന സംഘടന രംഗങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന മുംബൈ ഷെഡ്യൂളിൽ ഇതുവരെയുള്ള രംഗങ്ങളെല്ലാം സംവിധാനം ചെയ്തത് നായകൻ യഷ് തന്നെയാണെന്ന് ആകാശവാണി എന്ന ഓൺലൈൻ മാധ്യമം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഇതാണ് റെഡിറ്റിൽ വലിയ ചർച്ചാവിഷയമായിരിക്കുന്നത്. ഹോളിവുഡ് ആക്ഷൻ കൊറിയോഗ്രാഫറായ ജെ പെറിയാണ് ടോക്സിക്കിന്റെ ആക്ഷൻ സീനുകൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഈ സീനുകളും അവയിൽ സംഭാഷണങ്ങളും വളരെ യഷ് തന്നെയാണ് എഴുതിയിരിക്കുന്നത് എന്നും റിപ്പോർട്ടുകൾ പറയുന്നു. എന്നാൽ റെഡിറ്റ് ഇത് ചർച്ചയാക്കിയതോടെ മലയാള സിനിമാ പ്രേക്ഷകരും ഗീതു മോഹൻദാസിന്റെ ആരാധകരും റിപ്പോർട്ടുകൾക്ക് ചില വിശദീകരണവുമായി എത്തിയിട്ടുണ്ട്. ടോക്സിക്കിനെക്കുറിച്ച് ആദ്യത്തെ പോസ്റ്റിൽ തന്നെ ഈ പ്രൊജക്ട് യഷുമായി ചേർന്ന് താൻ ഒരുക്കുന്ന പ്രൊജക്ട് ആണെന്ന് സംവിധായക സൂചിപ്പിച്ചിരുന്നുവെന്ന് അവർ ചൂണ്ടിക്കാണിക്കുന്നു. നായികയായി മാത്രമല്ല മറിച്ച് ചിത്രത്തിന്റെ സഹനിർമ്മാതാവായും ചിത്രത്തിന്റെ തിരക്കഥയും സംഭാഷണങ്ങളും ഒരുക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന സഹരചയിതാവായിട്ടും കൂടി പ്രശസ്ത കന്നഡ സൂപ്പർ താരം ടോക്സിക്കിന്റെ ഭാഗമാകുന്നുണ്ട്. മുൻപൊരിക്കൽ ദി ഹോളിവുഡ് റിപ്പോർട്ടർ യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ ടോക്സിക് എന്ന ചിത്രം വ്യത്യസ്ത ലോകങ്ങളുടെ സംഗമം ആയിരിക്കുമെന്ന് യഷ് പറഞ്ഞത് ഗീതു മോഹൻദാസ് ഒരുക്കുന്ന ശക്തമായ തിരക്കഥയുടെ അടിത്തറയിൽ ഒരുങ്ങുന്ന ഡ്രാമയും അതിൽ യഷിന്റെ സ്വന്തം ശൈലിയിൽ ഉള്ള മാസ് ഘടകങ്ങളുമായി എത്തുന്ന ചിത്രമാണ് ടോക്സിക് എന്നുമാണ് റിപ്പോർട്ടുകൾ. എന്നാൽ ചിത്രത്തിന്റെ കുറച്ചു മാസങ്ങൾക്ക് മുൻപ് പുറത്തിറങ്ങിയ ടീസർ പ്രേക്ഷകരിൽ നിന്ന് സമ്മിശ്ര പ്രതികരണമാണ് നേടിയത്. ഗീതുവിന്റെ ആശയങ്ങളിൽ നിന്ന് വിപരീതമായി വൾഗറായ സ്ത്രീ വിരുദ്ധത നിറഞ്ഞാടുന്ന ടീസറാണ് അന്ന് പുറത്തിറങ്ങിയത്. ഇന്ത്യൻ സിനിമയിൽ ഒരു പുതുമുഖ നടൻ പോലും ഇത്ര പ്രതിഫലം വാങ്ങിയിട്ടില്ല. ആദ്യ ചിത്രത്തിനായി ലോകേഷ് വാങ്ങുന്നത് 30 കോടിക്ക് മുകളിൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. സംവിധായകൻ ലോകേഷ് കനകരാജ് DC എന്ന ചിത്രത്തിലൂടെ നായകനായി അരങ്ങേറുന്നു. 35 കോടി രൂപയാണ് അദ്ദേഹത്തിന്റെ പ്രതിഫലം എന്നും ഇത് പുതുമുഖ നടൻ വാങ്ങുന്ന ഉയർന്ന തുകയാണെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. വാമിക ഗബ്ബി നായികയാകുന്ന ചിത്രം 2026 ഏപ്രിലിൽ റിലീസ് ചെയ്യും. സംവിധായകൻ എന്ന നിലയിൽ ചുരുങ്ങിയ സമയം കൊണ്ട് തമിഴിലെ ബ്രാൻഡായി മാറിയ ആളാണ് ലോകേഷ് കനകരാജ്. തുടർച്ചയായി 2 ഇൻഡസ്ട്രി ഹിറ്റുകൾ അടക്കിയ ലോകേഷ് കൂലിക്ക് ശേഷം തന്റെ തട്ടകം മാറ്റുന്ന വാർത്ത സിനിമാ ലോകത്ത് വലിയ ചർച്ചയായിരുന്നു. ക്യാമറയ്ക്ക് പിന്നിൽ മാത്രം നിന്നിരുന്ന ലോകേഷ് നായകനായി അരങ്ങേറുകയാണ്. DC എന്ന പേരിട്ടിരിക്കുന്ന ചിത്രത്തിനായി ലോകേഷ് വാങ്ങുന്ന പ്രതിഫലമാണ് സിനിമാ ലോകത്തെ ചർച്ചാ വിഷയം. 35 കോടിയാണ് ഈ ചിത്രത്തിനായി ലോകേഷ് വാങ്ങുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. ഇന്ത്യൻ സിനിമയുടെ ഇതുവരെയുള്ള ചരിത്രത്തിൽ ഒരു പുതുമുഖ നടൻ വാങ്ങുന്ന ഏറ്റവും ഉയർന്ന പ്രതിഫലമാണിതെന്നാണ് പലരും റിപ്പോർട്ട് ചെയ്യുന്നത്. ലോകേഷ് ഏറ്റവും ഒടുവിൽ സംവിധാനം ചെയ്ത കൂലി എന്ന ചിത്രത്തിനായി 50 കോടി പ്രതിഫലമായി കൈപ്പറ്റിയെന്നായിരുന്നു ഈ കാര്യം ലോകേഷ് സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോഴിത് ആദ്യമായി നായകനാകുമ്പോഴും റെക്കോർഡ് പ്രതിഫലം വാങ്ങുന്ന ലോകേഷ് അഭിനേതാവ് എന്ന നിലയിലും ബ്രാൻഡായി മാറുകയാണ്. വൻ ബജറ്റിൽ ഒരുങ്ങുന്ന ആക്ഷൻ ത്രില്ലറാണ് DC പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. ബോളിവുഡ് താരം വാമിക ഗബ്ബിയാണ് ചിത്രത്തിനായി നായിക. ആക്ഷൻ റൊമാന്റിക് ജോണറിൽ എത്തുന്ന DCയുടെ ടൈറ്റിൽ ടീസറിന് വൻ വരവേൽപ്പായിരുന്നു ലഭിച്ചത്. ദേവദാസ് എന്ന കഥാപാത്രമായി ലോകേഷും ചന്ദ്ര എന്ന കഥാപാത്രമായി വാമികയും വേഷമിടുന്നു. സൺ പിക്ചേഴ്സ് ആണ് ചിത്രം നിർമ്മിക്കുന്നത്. തുടർച്ചയായി 2ാം തവണയാണ് ലോകേഷും സൺ പിക്ചേഴ്സും ഒന്നിക്കുന്നത്. കൂലിയിൽ സംവിധായകനായി എത്തിയപ്പോൾ പ്രതീക്ഷയ്ക്കൊത്ത ചിത്രം ഉയർന്നിരുന്നില്ല. നായകനായി സൺ പിക്ചേഴ്സിനൊപ്പം എത്തുമ്പോൾ നല്ലൊരു സിനിമയാകുമെന്ന് പലരും വിലയിരുത്തുന്നു. 2026 ഏപ്രിൽ ചിത്രം തിയേറ്ററുകളിൽ എത്തും. വിജയ് നായകനായ മാസ്റ്ററിലാണ് ലോകേഷ് ആദ്യമായി ക്യാമറയ്ക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടത്. ക്ലൈമാക്സിൽ ചെറിയൊരു സീനിൽ ലോകേഷ് അഭിനയിച്ചിരുന്നു. പിന്നീട് കമൽ ഹാസൻ നിർമ്മിച്ച ഇനിമേൽ എന്ന മ്യൂസിക് വീഡിയോസിലും ലോകേഷ് ക്യാമറയ്ക്ക് മുന്നിലെത്തി. മുഴുനീള വേഷത്തിൽ ലോകേഷ് എത്രത്തോളം തിളങ്ങുമെന്ന് അറിയാൻ കാത്തിരിക്കുകയാണ് സിനിമാ ലോകം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. കൊമേഴ്സ്യലും തൽക്കാലത്തേക്കില്ല. പരീക്ഷണ സിനിമകളിലേക്ക് മടങ്ങാൻ കാർത്തിക് സുബ്രാജ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക. സംവിധായകൻ കാർത്തിക് സുബ്രാജിന്റെ പുതിയ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് മധുരയിൽ ആരംഭിച്ചു. വാണിജ്യ സിനിമകളിൽ നിന്ന് മാറി പരീക്ഷണാത്മകമായ ചിത്രങ്ങളിലേക്ക് തിരിയുന്ന ഈ പ്രൊജക്ട് സിഗ്ഗെ എന്റർടൈൻമെന്റ്സും ചേർന്നാണ് നിർമ്മിക്കുന്നത്. ഗുണമേന്മയുള്ള ഒരു ചിത്രമാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത്. കണ്ടു ശീലിച്ച രീതികളിൽ നിന്ന് തമിഴ് സിനിമയെ മറ്റൊരു പാതയിലേക്ക് നടത്താൻ സംവിധായകരിൽ ഒരാളാണ് കാർത്തിക് സുബ്രാജ്. ആദ്യ ചിത്രമായ പിസ മുതൽ അത് തെളിയിക്കപ്പെട്ടതാണ്. പിന്നീട് ചുരുങ്ങിയ സമയം കൊണ്ട് തമിഴിലെ മികച്ച സംവിധായകരിൽ ഒരാളായി കാർത്തിക് മാറി. തന്റെ ഏറ്റവും പുതിയ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ ദിവസം ആരംഭിച്ചു. മധുരയാണ് ചിത്രത്തിന്റെ ലൊക്കേഷൻ. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി മാസ് കൊമേഴ്സ്യൽ സിനിമകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച കാർത്തിക് ഇത്തവണ തന്റെ പഴയ ട്രാക്കിലേക്ക് തിരിഞ്ഞു പോവുകയാണെന്നാണ് സൂചന. കൊമേഴ്സ്യൽ സാധ്യതകൾക്ക് മുൻതൂക്കം നൽകാത്ത പരീക്ഷണ സിനിമയാണ് പുതിയ പ്രൊജക്ട് ഒരുക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. സൂര്യനായകനായ സൂര്യറൈ പോട്ടറിന്റെ സഹനിർമ്മാതാക്കൾ സിഗ്ഗെയായിരുന്നു. പുതിയ ചിത്രവും ക്വാളിറ്റി ഉള്ളതാകുമെന്നാണ് പ്രതീക്ഷ. ഓരോ സിനിമയിലും പുതുതായി എന്തെങ്കിലും പരീക്ഷിക്കുന്ന കാർത്തിക് സുബ്രാജ് പേട്ടയിലൂടെയാണ് കൊമേഴ്സ്യൽ സിനിമകളും തനിക്ക് ഇണങ്ങുമെന്ന് തെളിയിച്ചത്. പിന്നീട് കാർത്തിക്കിന്റെ സ്റ്റൈലിലുള്ള മാസ് കൊമേഴ്സ്യൽ സിനിമകൾക്ക് പ്രത്യേക ഫാൻ ബേസ് തന്നെ ഉണ്ടായി വന്നു.
റെട്രോയ്ക്ക് ശേഷം താൻ കൊമേഴ്ഷ്യൽ സിനിമകളിൽ നിന്ന് ഇടവേള എടുക്കുകയാണെന്നാണ് അദ്ദേഹം അറിയിച്ചത്. വൻ ഹൈപ്പിലെത്തിയ റെട്രോയ്ക്ക് പ്രതീക്ഷകൾ കാക്കാനായില്ല. റിലീസിന് മുമ്പേ പുറത്തുവിട്ട ഓരോ അപ്ഡേറ്റും ഹൈപ്പ് ഉയർത്തുന്നവയായിരുന്നു. എന്നാൽ അവസാന അരമണിക്കൂറിൽ ചിത്രം കയ്യിൽ നിന്ന് പോവുകയായിരുന്നു. പഴയ ട്രാക്കിലേക്ക് തിരിച്ചു പോകുന്ന കാർത്തിക് സുബ്രാജ് തമിഴ് സിനിമയെ മറ്റൊരു തലത്തിലേക്ക് എത്തിക്കുമെന്നാണ് കരുതുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തുക.